ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എൻക്ലെക്സ് സാറിന്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് കറക്റ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ നേഴ്സ് ഇസ് നോട്ടിഫൈഡ് ഓഫ് ദ ഫോളോയിങ് ക്ലയൻറ്റ് സിറ്റുവേഷൻസ്. വിച്ച് ക്ലയൻറ്റ് ഷുഡ് ദ നേഴ്സ് അസസ് ഫസ്റ്റ്? ഏത് ക്ലയൻറ്റിനെയാണ് ആദ്യം അസസ് ചെയ്യേണ്ടത്? പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ്. എ ക്ലയൻറ്റ് ഹു ഹാസ് എ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ദാറ്റ് ഇസ് റിപ്പോർട്ടിംഗ് ലോവർ ബാക്ക് പെയിൻ. ഒരു കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഒരു സിംറ്റമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ നോക്കേണ്ടത് ഈ കണ്ടീഷൻ്റെ സിംറ്റമാണോ അതോ ഈ കണ്ടീഷൻ്റെ വല്ല കോംപ്ലിക്കേഷൻ ആണോ ഇതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, നൗ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ലോവർ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. യൂറിനറി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ഇൻഫെക്ഷൻ. ആൻഡ് ഈ യൂറിനറി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഇഷ്യൂ മറ്റേതെങ്കിലും സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ കോംപ്ലിക്കേഷൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് ലോവർ ബാക്ക് പെയിൻ. സോ അതുകൊണ്ട് നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഈ സിറ്റുവേഷനിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിംറ്റമാണിത്. ഓക്കെ, അതുകൊണ്ട് അടുത്തത് എ ക്ലയൻറ്റ് ഹൂ റിസീവ്ഡ് ഹീമോഡയാലിസിസ്. ഒരു പ്രൊസീജിയറാണ് ഇൻ ദ ഡേ ദാറ്റ് ഇസ് റിപ്പോർട്ടിംഗ് നോസിയ ആൻഡ് ഹെഡ് ഏക്ക്. അപ്പോൾ പ്രൊസീജിയറിന് എന്തുണ്ടാകാം? സൈഡ് ഇഫക്റ്റ്, കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാകാം അല്ലേ. സോ ഹീമോഡയാലിസിസിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിംറ്റം അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആണോ ഇത്, അതോ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ആണോ എന്നാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് എ ക്ലയൻറ്റ് ഹു ഹാസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇൻ ദെയർ നെഫ്രോസ്റ്റമി ട്യൂബ് 1 day ആഫ്റ്റർ സർജിക്കൽ റിമൂവൽ ഓഫ് കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോൺ റിമൂവൽ കഴിഞ്ഞ പേഷ്യൻറ്റിന് നെഫ്രോസ്റ്റമി ട്യൂബിൽ സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ഉണ്ട്. അത് നോർമലാണോ അബ്നോർമലാണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അടുത്തത് എ ക്ലയൻറ്റ് ഹു വാസ് അഡ്മിറ്റഡ് ഫോളോയിങ് എ ട്രാൻസ് യൂറത്രൽ റിസക്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് പ്രൊസീജിയർ ദാറ്റ് ഹാസ് ബ്ലഡ് ടിഞ്ച്ഡ് യൂറിൻ ഇൻ ദെയർ കാത്തീറ്റർ ഡ്രെയിനേജ് ബാഗ്. സോ ബ്ലഡ് ഉള്ള യൂറിനാണ് ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ പേഷ്യൻറ്റിന് കാണാൻ പറ്റുന്നത്. സോ ഇത് നോർമലാണോ അബ്നോർമലാണോ ഇതാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ഇവിടെ നെഫ്രോസ്റ്റമി ട്യൂബിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ റിമൂവ് ചെയ്യുന്നൊരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റാണ്. ഓക്കെ, നെഫ്രോസ്റ്റമി ട്യൂബ് എന്തിനാണ് കിഡ്നി സ്റ്റോൺ റിമൂവൽ അല്ലെങ്കിൽ ആ സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിന് നമ്മൾ ഇടുന്നത്? കിഡ്നി സ്റ്റോണിൻ്റെ പാസേജ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ടാണ് അല്ലേ. സോ പ്രൊസീജിയറിന് ശേഷം 1 to 2 days നമ്മൾ ഈ ഒരു നെഫ്രോസ്റ്റമി ട്യൂബ് ഇൻസേർട്ട് ചെയ്യും പേഷ്യൻറ്റിന് അല്ലേ. സോ സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇൻ ദ യൂറിൻ അല്ലെങ്കിൽ ഈ ഒരു ട്യൂബിൽ സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു ഫൈൻഡിങ് ആണ് ഈ സർജറി കഴിഞ്ഞതുകൊണ്ട്. ഓക്കെ, സോ നേഴ്സ് അസസ് ചെയ്യേണ്ടത് നെഫ്രോസ്റ്റമി ട്യൂബ് ഉള്ളൊരു പേഷ്യൻറ്റിന് നേഴ്സ് അസസ് ചെയ്യേണ്ടത് യൂറിൻ്റെ ഔട്ട്പുട്ടും അപ്പിയറൻസും ഒക്കെയാണ്. ഓക്കെ, സോ ഇവിടെ ബ്ലഡ് സ്മോൾ എമൗണ്ട് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് 1 day പോസ്റ്റ് ഓപ്പ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്തത് TURP കഴിഞ്ഞ പേഷ്യൻ്റെ കാര്യം എടുക്കുമ്പം എഗെയിൻ യൂറിനറി കാത്തീറ്റർ ഡ്രെയിനേജ് ബാഗിൽ എസ്പെഷ്യലി ഒരു പ്രൊസീജിയർ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കഴിഞ്ഞ പേഷ്യൻറ്റിന് യൂറിൻ്റെ അപ്പിയറൻസ് ബ്ലഡ് ടിഞ്ച്ഡ് യൂറിൻ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. എങ്ങനെയാണ് സെക്കൻഡ് വൺ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഹീമോഡയാലിസിസ് നമ്മൾ ചെയ്യുന്നത് കിഡ്നി ഫെയിലിയർ ഉള്ള ഒരു പേഷ്യൻറ്റിനാണ് അല്ലേ. നോസിയ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റമാണ്? CNS റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റമാണ് അല്ലേ, ഹെഡ് ഏക്ക്, നോസിയ എന്നൊക്കെ പറയുന്നത്. സോ ഹെഡ് ഏക്ക്, നോസിയ, അതുപോലെ തന്നെ സീഷർ, ടയേർഡ്നെസ്, ഇതൊക്കെ എന്തിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്യുന്ന സിംറ്റംസ് ആണ്. സോ ഈ ഒരു പ്രോബ്ലം കൊണ്ട് മറ്റ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന സിംറ്റംസ് ഉണ്ടായി, വിച്ച് മീൻസ് ഇതൊരു കോംപ്ലിക്കേഷൻ ആണ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ് അല്ല. ഓക്കെ, സോ ഹീമോഡയാലിസിസിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിംറ്റം അല്ല ഇത്, അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ കഴിയുമ്പോൾ ഒരു പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നോർമൽ ഫൈൻഡിങ് അല്ല, അബ്നോർമൽ ഫൈൻഡിങ് ആണ്. കാരണം ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാം. സോ നമ്മളെപ്പോഴും പ്രയോറിറ്റിയിൽ നമ്മൾ നോക്കേണ്ടത് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു സിംറ്റം ആ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ്റെ എക്സ്പെക്റ്റഡ് സിംറ്റം ആണോ ഇത്, അതോ ഈ കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷൻ ആണോ? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഈ കണ്ടീഷൻ ഏത് സിസ്റ്റത്തിൽ വരുന്ന കണ്ടീഷനാണോ നോക്കുക. ഇപ്പോൾ യൂറിനറി ട്രാക്റ്റിലെ കണ്ടീഷൻ ആണെങ്കിൽ യൂറിനറി ട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് തന്നെ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. അതല്ല യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഹെഡ് ഏക്ക് ഉണ്ട്, സീഷർ ഉണ്ടെന്നൊക്കെ പറയുമ്പം അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ചു അല്ലേ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞു എന്ന് പറയുമ്പം CVSനെ ബാധിച്ചു, അതൊരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിന് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഇവിടെ ലോവർ ബാക്ക് പെയിൻ UTIയുടെ ഒരു കോമൺ സിംറ്റമാണ്, അതേ സിസ്റ്റത്തിൽ തന്നെ വരുന്നൊരു സിംറ്റമാണ്. സോ അതുകൊണ്ടാണ് നമ്മളത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. ഇനി ഒരു പ്രൊസീജിയർ ആണെങ്കിൽ എക്സ്പെക്റ്റഡ് ഫൈൻഡിങ് ആണോ അൺഎക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻ ആണോ നോക്കുക. ഓക്കെ, സോ അഗെയിൻ ഇവിടെ ഹീമോഡയാലിസിസ് കിഡ്നി ഫെയിലിയറിന് വേണ്ടി ചെയ്യുന്നൊരു പ്രൊസീജിയർ ആണ്. അത് CNSനെ ബാധിക്കുന്ന രീതിയിൽ നോസിയ ആൻഡ് ഹെഡ് ഏക്ക് ഉണ്ടായി. സോ അത് നമ്മൾ ചൂസ് ചെയ്തു. മറ്റ് 2 ഓപ്ഷൻസിൽ നോക്കിയാൽ അറിയാം
ഒരു നെഫ്രോസ്റ്റമി ട്യൂബ് ഇട്ടിട്ടുണ്ട്, കിഡ്നി സ്റ്റോണിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു. സോ യൂറിനിലാണ് സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് പറയുന്നത്. സോ ആ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിംറ്റമാണത്. ആൻഡ് അഗെയിൻ അടുത്തത് യൂറത്രൽ റിലേറ്റഡ് ആയിട്ടൊരു പ്രൊസീജിയറാണ് കഴിഞ്ഞിരിക്കുന്നത്. സോ അഗെയിൻ കത്തീറ്ററൽ ഡ്രെയിനേജ് ബാഗിൽ ബ്ലഡിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഫൈൻഡിങ് ആണ്. അതേ സിസ്റ്റത്തിൽ തന്നെ അതേ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫൈൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ നമ്മുടെ ആൻസർ സെക്കൻഡ് വൺ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. സോ നമ്മളിവിടെ ഹീമോഡയാലിസിസ് എന്താണെന്ന് ഒരുപാട് ആലോചിക്കാതെ, അല്ലെങ്കിൽ നെഫ്രോസ്റ്റമി ട്യൂബ് എന്താണ്, കിഡ്നി സ്റ്റോൺ എന്താണ്, ഈ TURP എന്ന പ്രൊസീജിയർ എന്താണെന്ന് ഒരുപാട് കാട് കയറി ചിന്തിക്കാതെ, ഓവർ തിങ്ക് ചെയ്യാതെ നമ്മളതിൻ്റെ ബേസിക് നോളജ് വെച്ചിട്ട് ആൻസർ ചെയ്തു. ഏത് സിസ്റ്റം റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഒരുപാട് തിയറിയുടെ നോളജ് ഇല്ലെങ്കിലും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് NCLEX സാറിൻ്റെ ആൻസർ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. So thank you so much for watching this video.